ബാബാജി ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര തകർക്കാണല്ലോ ബാബാജി. ബാബാജിനെ പോലെ ഒരു ആത്മീയാചാര്യം കുറച്ച് പേരെങ്കിലും ആ ലെവലിൽ കാണുന്നൊരു വ്യക്തി, പിന്നെ ഈ പറഞ്ഞ പോലെ സന്യാസി സഭ മറ്റുള്ളതിലൊക്കെ പോയൊരു ആചാര്യനാണ് ബാബാജി. അങ്ങനെ ഇരിക്കുന്ന ബാബാജി ഈ സ്ത്രീകളുടെ ഒപ്പമൊക്കെ ഈ ഒരു അഴിഞ്ഞാടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അവിടെ ഉദ്ദേശാലേ, നമ്മളിപ്പോൾ ഞാൻ ഗുരുവായി കാണുന്ന ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാസലീല ആടിയത് ഗോപന്മാരോപ്പം അല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല, ഗോപികമാരോപ്പാണ്. അങ്ങനെ ഗോപികമാരോപ്പം രാസലീലയാടിയ സത്യഭാമയും രുക്മിണിയും അല്ലാതെ തന്നെ ഒത്തിരി പത്നിമാരുണ്ടെന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്ന, സ്വന്തം ജീവിതം തന്നെ മാതൃകയായി കാണിച്ചുകൊണ്ട് എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്ത ഒരു കാമുകനായി, ഭർത്താവായി, സഹോദരനായി, കൂട്ടുകാരനായി, അങ്ങനെ പല രീതിയിൽ, മകനായി, അങ്ങനെ എല്ലാ രീതിയിലും പോയ ഒരു ദിവ്യപുരുഷനെ ദൈവമായി കണ്ട് ആരാധിച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു സംസ്കാരത്തിൻ്റെ വക്താവാണ് നമ്മൾ. ഭഗവാൻ കൃഷ്ണൻ ഫോളോ ചെയ്ത പോലും കൗളമാർഗമാണെന്ന് വിശ്വസിക്കുന്ന ആ കൗള പാരമ്പര്യത്തിൽ പോകുന്ന ആളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ സന്യാസിയായിട്ടോ ആചാര്യനായിട്ടോ ഗുരുവായിട്ടൊക്കെ ഇരിക്കുന്ന കൗള സമ്പ്രദായ പ്രകാരമാണ്. കൗള സമ്പ്രദായത്തിൽ ഭോഗശ്ച മോക്ഷശ്ച കരത്തമേവാണ്. ഭോഗവും യോഗവും ഭൗതികതയും യൗകികതയും ഒരുമിച്ച് കരഗതമാകുന്ന ഒരു സമ്പ്രദായമാണ് കൗളമാർഗം. യോഗഭോഗാത്മകം കൗളം കൗളാത് പരതരൻ നഹി. അതുപോലെ തന്നെയാണ് കൗളധർമ്മത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു ധർമ്മവുമില്ല എന്നാണ്. അങ്ങനെയുള്ള ആ കൗളധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. മറ്റ് സന്യാസിമാർ അതിന് മുമ്പും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദത്താത്രേയ മഹർഷി ഈ പാരമ്പര്യത്തിൻ്റെ ഗുരുവാകുന്ന സമയത്ത് അപ്സരസ്സുകളോടൊപ്പം നൃത്തം ചെയ്യുകയും മധുപാനം കൈപിടിക്കുകയും ചെയ്തു. മധുപാത്രം കൈപിടിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ആടിത്തിമർക്കുമ്പോൾ അത് നോക്കുന്നവർക്ക് അതേ കാണാൻ പറ്റുള്ളൂ. ആത്മീയത തരുന്നവർക്ക് ആത്മീയത കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സമ്പ്രദായത്തിലേ നമ്മൾ കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ആ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ആരെയും രഹസ്യമായി വിളിച്ച് വേറെ എന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഭവം ഉണ്ടാവുക, ഏതെങ്കിലും സ്ത്രീകൾ, അമ്മമാരെ അല്ലെങ്കിൽ മറ്റൊരു ഭാര്യമാരെ പീഡിപ്പിക്കുക, സമ്മതമില്ലാതെ തൊടുക, തോണ്ടുക, അനാവശ്യ സംസാരം ഉണ്ടാവുക, ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളുമായിട്ട് എടുത്ത് സംസാരിക്കാനും ഇടപെടുന്ന ചില കുട്ടികൾ അവർ നമ്മളൊപ്പം വന്നിട്ട് ബാബാജി ഞങ്ങളൊപ്പം കളിക്കുകയോ ഇരിക്കുകയോ നടക്കുകയോ എന്നൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും ധാർമ്മിക മൂല്യങ്ങൾക്ക് ചുതിയില്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. കണ്ണടച്ച് ജടയും താടിയുമായിട്ട് ഇരിക്കുന്ന ആത്മീയതയല്ല, യോഗഭോഗാത്മകമായിട്ടുള്ള തന്ത്രശാസ്ത്രത്തെ നമ്മൾ ഭോഗോ യോഗായതേ സാക്ഷാൽ പാതകം സുഹൃതായതേ. ഭോഗവശങ്ങൾ തന്നെയാണ് ഈ സമ്പ്രദായത്തിൻ്റെ മോക്ഷമാർഗം. അങ്ങനെ തന്നെ എല്ലായിടത്തും പോയിട്ടുള്ളൂ. ഇതറിയാത്തത് കൊണ്ടാണ്. ഒരു വിശ്വാമിത്രൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഉർവശി വന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ പരാശര മഹർഷി സത്യവതിയോട് ചേർന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്താണ് അംഗീകരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അടുത്തത് മറ്റു മതങ്ങളാണെങ്കിൽ മുഹമ്മദ് നബി കുട്ടിയെ കല്യാണം കഴിച്ചു, മുതിർന്ന ആളെ കല്യാണം കഴിച്ചു, ഒത്തിരി കല്യാണം കഴിച്ചു, ഇങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. ഇതൊക്കെ നമ്മൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ ഇവിടെ ഗുരുക്കന്മാരായിട്ട് പോയവരാണ്. ഈ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ഇന്നത്തെ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുക, പീഡനത്തിന് പോവുക, ചൂഷണം ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇതിനെയൊക്കെ ആസ്വദിക്കുന്ന ഒത്തിരി പേരുണ്ട് കുട്ടി. ആ ആസ്വദിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ നന്മകളും വശങ്ങളും. നമ്മളുടെ ജീവിതം തന്നെയാണ്. മഹാത്മാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പുണ്യാത്മാവ്. നമുക്ക് അത്രയൊന്നും മഹാത്മാവൊന്നും അല്ല നമ്മൾ, എന്നാൽ പോലും നമ്മുടെ ജീവിതമാണ് നമ്മളുടെ മാതൃക. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ തന്നെയാണ് വിദ്വാൻ യുക്ത സമാചാരം. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിദ്വാനാണെന്ന് അവരെ നിശ്ചയിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ട ബോധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ശിഷ്യരോടോ എന്നെ ഫോളോ ചെയ്യുന്നവർക്കോ കാണിച്ചു കൊടുക്കുന്ന ആത്മീയ വശമാണ് എന്താണ്? ഒന്നിനും ഉപേക്ഷിച്ചുകൊണ്ടല്ല, ഈ കാലഘട്ടത്തിലെല്ലാം ഉപേക്ഷിക്കുകയല്ല, ഈ ഉള്ള എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ആത്മീയതയും ഭൗതികതയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനെ ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര്, അല്ല ആണും പെണ്ണും ഒക്കെ ഉണ്ടാവും. അവർ പല രീതിയിൽ, ചിലപ്പോൾ നിങ്ങളെപ്പോലെ ചോദ്യം ചോദിക്കും, നൃത്തം കളിക്കും, ചിലപ്പോൾ പാചകം, ഇവിടെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ പാചകം ചെയ്യും, ഇവിടെ വേറെ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, പല കാര്യങ്ങൾ, പ്രഭാഷണങ്ങളുണ്ട്, കളികളുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ അങ്ങനെ കാണുന്നത്. അപ്പോൾ അതിലൊന്നാണ്. ഇപ്പം ഇതൊന്നുമല്ല, ഇതല്ലാണ്ട് തന്നെ ഇനി നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കാണാം. പ്രൊഫഷണലി ഇപ്പോൾ തന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന കാര്യം സംസാരിച്ച് വെച്ചിട്ടുണ്ട്, കൂടാതെ ആൽബത്തിൽ അഭിനയിക്കുന്ന കാര്യം സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വരുമാന മാർഗ്ഗമല്ല. നമ്മൾ നിങ്ങളുടെ ഒപ്പമാണ്. നിങ്ങൾ അന്യമായൊരു സന്യാസി പരിവേഷം നമുക്കില്ല. നമുക്ക് നമ്മുടെ ആത്മീയവും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പേഴ്സണൽ ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമ്മൾ അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർ പങ്കുവെക്കുന്നുണ്ട്. പറ്റുന്നവർ ചെയ്യും. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അവർക്ക് കൃഷ്ണൻ ദൈവമാവുകയും രാമൻ ദൈവമാവുകയും ചെയ്യും. പക്ഷേ അതേ ജീവിതശൈലി മറ്റൊരാൾ സ്വീകരിക്കുമ്പോൾ പറ്റില്ല, ഈ കാലഘട്ട രീതിക്ക് പറ്റില്ല. എന്നാലോ ഇവരൊക്കെ കൃത്യമായി മനസ്സിൽ പലതും കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കാം. നമ്മളൊന്നും കൊണ്ടു നടക്കണില്ല. നമ്മളൊരു തുറന്ന പുസ്തകമാണ്. നമ്മൾ വീണ്ടും പറയുന്നു, ഇതിനെയൊക്കെ ആസ്വദിക്കുക, ആനന്ദിക്കുകയാണ്. ആ വഴിക്ക് തന്നെയാണ് പോവുക.
അതിൽ ആത്മീയത തേടുന്നവർക്ക് ആത്മീയത, ഭൗതികത ഉപദേശം ചെയ്യുന്ന ഭൗതികമായ ഉപദേശം, നമ്മളൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു നല്ലൊരു സദ്യ എന്ന് പറഞ്ഞ എല്ലാ വിഭവങ്ങളും, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാവങ്ങളോടും കൂടിയതാണ്. അതുകൊണ്ട് ആ ഭാവങ്ങളെല്ലാം തന്നെ എൻ്റെ സമ്പ്രദായത്തിൻ്റെ ഗുരുപദേശത്തിനും വിരുദ്ധമാകരുത് എന്നുണ്ട്. അതിനർത്ഥത്തിന് പോകുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആത്മീയ മണ്ഡലത്തിലിരിക്കുന്ന. ആത്മീയത ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ ആധ്യാത്മിക മണ്ഡലത്തിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും നമ്മളെ വിദ്യാപീഠത്തിൽ ഇരുന്നിട്ടാണ്, കല്ലടി കൂടി ഇരുന്നിട്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതശൈലിയാണ്. ഇത് പൂർവിക സൂരികൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കാലഘട്ടം അനുസരിച്ച് പോകുന്നു. ആത്മീയത എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികളെ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകും. നമ്മളതൊന്നുമല്ല. നമ്മൾ അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഭൗതികമായിട്ട് ഇന്നത്തെ ലഹരി വസ്തുക്കൾക്കൊന്നും അടിമപ്പെടാതെ കേവല സംഘർഷത്തിൻ്റെ ലോകത്തേക്ക് പോകാതെ നമുക്ക് ആനന്ദത്തെ കണ്ടെത്താൻ ഭഗവാൻ വേദവ്യാസൻ പുരാണം അവസാനിക്കുന്നു പറയുന്നത് പോലെ ധാർമ്മികമായി എല്ലാ സുഖങ്ങളും അനുഭവിക്കാം, നല്ല രീതിയിൽ ജീവിക്കാമെന്നിരിക്കെ എന്തിനു മർത്യ നീ അധർമ്മം പ്രവർത്തിക്കുന്ന വെച്ച പോലെ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്ദേശം. അതുകൊണ്ട് നമ്മളൊക്കെ ധാർമ്മികമാണ് കുട്ടി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പൂർണ്ണ വിളയാടി ഇവിടെ ഉണ്ടായിരിക്കും. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും നമ്മൾ ചെയ്യില്ല. ആരെങ്കിലും അതിൽ വെറുതെ ആരോപിച്ചാൽ പോലും തെറ്റ് ചെയ്തില്ല നമ്മുടെ ബോധ്യമാണ്. നമ്മളെ പിൻപറ്റുന്ന ഒത്തിരി ആളുടെ വിശ്വാസമാണ്. നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മളിപ്പോൾ കളിച്ച കുട്ടികളായാലും ശരി, അവരൊക്കെ നല്ല സ്നേഹത്തോട് ഭക്തിയോടുകൂടി എല്ലാ അർത്ഥത്തിലും നമ്മളെ കൂടെ സഞ്ചരിക്കുകയാണ്. അവരേതർത്ഥത്തിൽ നമ്മളെ കാണുന്നു അവർ പറയട്ടെ. പക്ഷെ പറഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ കാണുന്നത് നമ്മളുടെ അന്തരാത്മാവ് തന്നെയായിട്ടാണ് നമുക്കൊപ്പം. നമ്മളിൽ നിന്ന് അന്യമായി ആരെയും കാണുന്നില്ല. തത്വമസി എന്ന പൊരുളിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അന്യമായതൊന്നുമല്ല നിങ്ങളാരും, നിങ്ങൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ ആര് വന്നാലും നമ്മൾ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിക്കുമ്പോൾ അറിയാലോ, അറിയുന്നവരൊപ്പമാണ് നമ്മൾ കൂടുതൽ ഇടപഴകുന്നത്. അറിയാത്തവരോട് പെട്ടെന്ന് ഓടി തലവെച്ച് കൊടുക്കില്ല. ഈ കാലഘട്ടത്തിലെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകരോട് പറയണേ, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല. നമ്മുടെ സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അല്ല ഇഷ്ടമല്ലാത്തൊരു ഇഷ്ടപ്പെടേണ്ട. പക്ഷേ സഭ്യമായ സംസ്കാരമില്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും മക്കളൊക്കെ തന്നെയാണ് അതൊക്കെ കാണുക. അത് നിങ്ങളുടെ സംസ്കാരത്തെ കുറിക്കുന്നു. നമ്മളിതൊക്കെ എഴുതി വെക്കും ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരു രീതിയിൽ എവിടുന്നേലും വെച്ച് ഇവരൊക്കെ കാണും. അപ്പോൾ നമ്മുടെ സംസ്കാരമാണത് കാണിക്കുന്നത്. എൻ്റെ സംസ്കാരത്തിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കൃത്യമായി എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും അറിയാത്തൊന്നും രഹസ്യമായി ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങളുടെ സംസ്കാരം പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. എന്തായാലും അന്തസത്ത, ഈശ്വരീയമായ ധർമ്മവ്യവസ്ഥയും ജീവിതശൈലിയും കൗളമാർഗവും അത് എങ്ങനെ നിത്യജീവിതവുമായി കണക്ട് ചെയ്യാം, എങ്ങനെ ഒരു മനുഷ്യന് പരിപൂർണമായ ആനന്ദത്തോട്, ആനന്ദം ബ്രഹ്മണോ വപു ശിവാനന്ദം ചിദാനന്ദം, അതെങ്ങനെ ഇങ്ങനെ അനുഭവിക്കാമെന്നാണെങ്കിൽ അതിന് പഞ്ചഭൂതാത്മകമായ ശരീരം കൊണ്ട് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ലോകത്ത് അതിനെ ആസ്വദിച്ചു പോകും. നമ്മളുടെ സ്വർഗം മരിച്ചുപോയി കിട്ടുന്നതല്ല, ഏഴാകാശത്തിനപ്പുറമല്ല, ഈ ഭൂമിയാണ്. അത് മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ട് നേടുന്നതല്ല. ആരും ഉപദ്രവിക്കാണ്ട് പരസ്പരം സ്നേഹിക്കുന്നവർ സ്നേഹത്തോട് സൗഹാർദ്ദത്തോടുകൂടി വിശ്വപ്രണയത്തോടെ പോവുക. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പോകും മോളെ, ഇങ്ങനെയൊക്കെ പോകും.